കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്തുകൊണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇന്നൊരു ഔട്ടിംഗ് ആണ്, വേറെ എങ്ങോട്ടും അല്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ബനാർഘട്ട സൂലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ചക്കു കുഞ്ഞു ബേബി ആയിരുന്നപ്പോ ഞങ്ങൾ പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ അവന് കുറച്ച് അറിവൊക്കെ ആയല്ലോ അല്ലേ ചക്കു? അപ്പൊ ചക്കുവിനെ ഒന്ന് ആനിമലിനെ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഹലോ പറ ചക്കു. നല്ല ബ്ലോക്ക്. തുടക്കത്തിൽ തന്നെ നല്ല ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങള് മെയിൻ റോഡിലെത്തി. നല്ല ചുട്ടുകൊള്ളുന്ന ചൂടാണ്. ചക്കു ചെടിയൊക്കെ അതുകൊണ്ട് അവിടെ ചെടിയുടെ കടയുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും. സൺഡേ ആയതുകൊണ്ട് മുത്ത് കളിച്ച കോമഡി ഒക്കെ പറഞ്ഞോണ്ടിരിക്ക. മുത്ത് ഇവിടെ ഇപ്പൊ സൈഡിലൊക്കെ കൊറേ എന്താണ്ട് ഈ തട്ട് കടകൾ കൂട്ടൊക്കെ ഉള്ളത് വന്ന്. സൈഡിൽ കൂടെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. എല്ലാ മരം വലത്തോടെ മാത്രം ഓവർടേക്ക് എത്തുള്ളൂ. വലത്തൂടല്ല, ഇടത്തൂടെ. വലത്തൂടെ സോറി. വലിയ ഡ്രൈവറാ, മുത്തിനൊന്നും അറിയില്ല. ഞാനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. മുത്തു ആ വണ്ടി വരുന്നുണ്ട്, ഈ സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ട്. അതാ എന്റെ പ്രശ്നം. പിന്നെ കടയുടെ ബ്രാൻഡിങ് മൊത്തം ചെയ്തത് മുത്ത് തന്നെയാണ്. അതുകൊണ്ട് കയറി. പക്ഷേ ഇത് മുത്ത് നാരങ്ങ വെള്ളം ഞങ്ങൾ 2 ലെമൺ സോഡ ഒരു ചിക്കു ജ്യൂസ് വന്നിട്ടുണ്ട്. ലെമൺ സോഡയ്ക്ക് ഇച്ചിരി കയ്പുണ്ടോ എന്നൊരു സംശയം. ചക്കുവിന്റെ ചിക്കു വന്നിട്ടുണ്ട്. ഇത് ചക്കുവിന്റെ ചിക്കു എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഇന്ന് അമ്മൂസ് കുടിച്ച് തീർക്കുന്നു ചിക്കു. പെട്ടെന്ന് ഓടി അവിടെ പോയി കുടിക്കപ്പോ. ചക്കു വാ, ഓടിപ്പോയി കുടിക്കവിടെ. നാരങ്ങ വെള്ളത്തിന് നല്ല കയ്പായിരുന്നു. നടന്നോണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവിടെ പടക്കം പൊട്ടിക്കുന്ന എന്തിനാ? അവിടെ ജംഗ്ഷൻ വരെ പോയിട്ട് അവിടെ തിരിച്ചു വരുവാന്ന് തോന്നുന്നു. അയ്യോ അതെ, ഇത് മൊത്തം ഈ സൈഡ് ആക്കി. അങ്കിൾ ചിരിച്ചോണ്ടിരിക്കുക. കണ്ടോ, പള്ളിയിലെ റാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും വിചാരിക്കും അതിന്റെ ഇടയിൽ അമ്പത്തി ചക്കുപി പ്രാർത്ഥിച്ചോ. ചേട്ടമ്മ
കാതലിക് പള്ളി കണ്ടു കത്തോലിക്ക. അങ്ങനൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ അകത്ത് റാസില്ല ദൈവങ്ങളൊക്കെ വെച്ചിട്ട് അത് തന്നെ. പെരുന്നാളായിരിക്കും അല്ലേ ചക്കു? അതുകൊണ്ട് അവിടെ ടെടിയുടെ കട അതുകൊണ്ട് അപ്പുറത്തെ സൈഡില്. ഓ അതുകൊണ്ട് അവിടെ നോക്ക, അങ്ങോട്ട് നോക്കി, ഫ്രണ്ടിലോട്ട് നോക്കി, ആ സൈഡിലോട്ട് നോക്ക്. ആണ് അവിടെ അവിടെ അവര് പറക്കി വെക്കുന്നതേ ഉള്ളൂ, ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ ചക്കു. എല്ലാ ചെടികളും വന്നില്ല. ബ്ലൂ കൊടി ഇട്ടേക്കുന്ന ബ്ലൂ കൊടി ആരാടാ മുത്തു? ആ കൊടിയിലുള്ള ആള് അങ്ങനെ ഞങ്ങള് സൂലോട്ടുള്ള വഴിയിലെത്തി. ഇവിടെ എന്തോ ഹിൽസിന്റെ മണ്ടയ്ക്ക്, ആ പാറയുടെ മണ്ടയ്ക്ക് ആളായിട്ടുണ്ട്. അങ്ങ് കാണുന്നതാണ് ഒരു, അതെന്തുവാടെ ഹിൽസോ? ആ പാറയുടെ മണ്ടല്ലേ നട്ടുവെച്ച് വേദത്ത് ശരിയാ. നമ്മൾ ഇതുവരെ അവിടെ കേറിയിട്ടില്ലല്ലേ. അവിടെ അതിന്റെ മണ്ടയിൽ ഒരു അമ്പലമില്ലേ? അമ്പലമുണ്ട് അതുകൊണ്ട് അവിടെ. മുളക് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അങ്ങാടാ ആ പാറയില്ലേ, അതുകൊണ്ട് അങ്ങ അവിടെ ആ സൈഡിലോട്ട് നോക്ക്. അയ്യോ അതിന്റെ മണ്ടയിൽ ആൾക്കാരിയ്ക്കും ഈ സമയത്ത് നട്ടുച്ച വെയിലത്ത്. നമുക്ക് കുറച്ച് മുളക് മേടിച്ചോണ്ട് പോയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈസ്റ്റേന്റെ മേടിച്ചിട്ട് അതിനകത്ത് മൊത്തം കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്റേന്റെ മുളക് പൊടി വാങ്ങിച്ചതിന്റെ അകത്ത് കുപ്പിച്ചില്ലിന്റെ ചെറിയ ചെറിയ കുപ്പിച്ചില്ല് കൂട്ടായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഈസ്റ്റേന്റെ മുളക് പൊടിക്കകത്ത് പിരിയൻ കാശ്മീരി ചില്ലി പൗഡറിന്റെ അകത്ത് ഫുള്ള് എന്ത് ഈ കുപ്പിച്ചില്ല് കൂട്ട്, ചെറിയ ചെറിയ കുഞ്ഞു പീസുകൾ കുപ്പിച്ചില്ലാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ അതില്ല. പക്ഷെ അത് നമ്മള് നോക്കിയപ്പോ കുപ്പിച്ചില് കൂട്ടാ ഞങ്ങൾക്ക് തോന്നിയേ. നിങ്ങൾക്ക് മുളക് പൊടി പൊടിക്കുമ്പോ മുളക് പൊടിക്കകത്ത് അങ്ങനെ സാധനം വരത്തില്ലല്ലോ. ആ കുപ്പിച്ചിലിടുന്ന എന്തിനാപ്പോ? കുപ്പിച്ചില്ലാണോ അത്? കുപ്പിച്ചില് കൂട്ട് തന്നെ ഇരിക്കുന്നു. കുപ്പിച്ചിലല്ല, ഒരു ഗ്ലാസിന്റെ ചെറിയ ചെറിയ പൊടികൾ കൂട്ട്. അന്നേരം അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചക്കു ജ്യൂസ് കുടിച്ച് വയറ് ഫുള്ളായോ ചക്കു? ചോറ് കഴിക്കണോ ഇപ്പൊ? വേണ്ട ചക്കു. നമ്മൾ ഇതില് ഇവിടെ എപ്പോഴും ജാനുവരിയിൽ കിടന്ന് ഓട്ടുന്നതാണ്, പക്ഷെ ആരും. ഇത് ഫോറസ്റ്റിന്റെ വണ്ടിയാണ് മുത്തേ. അതുകൊണ്ട് അവിടെ കിടന്നൊരു ബസ്. ഇതെന്താടാ അതിനകത്ത് പോയ പക്ഷെ രസമില്ല. പക്ഷെ അതിന്റെ അകത്ത് പോയാൽ നമ്മൾക്ക് വേറെ കൊറേ കടുവേനെയൊക്കെ കാണാൻ പറ്റത്തില്ല. വൈറ്റ് കളറിലുള്ള ടൈഗറിനെ കാണാൻ പറ്റും. പിന്നെ കാട്ടിനകത്തൂടെ നമുക്ക് പോകാൻ പറ്റിയേനെ. എന്താടാ ഇവിടെ ഇന്നും അടവാണോ? എന്താടാ ഇന്ന് ക്ലോസ് ആണോ? ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഒരാൾ അങ്ങോട്ട് കൈ കാണിക്കുന്നു, ഒരാൾ ഇങ്ങോട്ടും കൈ കാണിക്കുന്നു. പക്ഷെ കടയൊന്നും ഓപ്പൺ ആയിട്ടില്ല. നീ ഇതില് നോക്കിയപ്പോ ഓപ്പൺ എന്നല്ലേ കാണിച്ചേ? ഓപ്പണാ കാണിച്ചത്. ഇവിടെ ട്യൂസ്ഡേ മാത്രമേ ഉള്ള അവധി. ഇവിടെ ട്യൂസ്ഡേ അവധിയാണോ? ട്യൂസ്ഡേ അവധിയാ, ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. പട്ടാളക്കാരനോ? അത് സെക്യൂരിറ്റി ആയിരിക്കും അല്ലേടാ. അങ്ങനെ ഞങ്ങള് സൂര്യന്റെ കാർ പാർക്കിങ്ങിലെത്തി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല പൈസ ഉണ്ടോ? തിരക്കുണ്ട്. എത്ര രൂപ? 50 രൂപ. എന്റെ കയ്യിലാണോ? 50 രൂപ ഇപ്പൊ തന്നെ കൊടുക്കും. ടിക്കറ്റ് കൊടുക്കും. 50 ഉള്ളോ? ഞങ്ങൾക്ക് അവിടുത്തെ ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങളിപ്പോ പോയ 50 രൂപ നഷ്ടമായില്ല. ബസ് വരുന്നു.
സൂപ്പറാ കേട്ടോ. എത്രടാ ഇവിടെ കാർ പാർക്കിങ്ങിന് 50 രൂപ. 50 സ്കൂട്ടറിന് എത്രയായിരുന്നു? സ്കൂട്ടറിന് 30-20 സ്കൂട്ടറിന് 30 അങ്ങാണ്ട്. അയ്യോ ഓ ഇവിടെ വെയിലട ചക്കു. ഇവിടെ കാണും ഉണ്ടായിരുന്നല്ലേ നെല്ലിമുത്തെ. താഴെ പോയി ക്യൂ നിക്കണം, അതാ മെയിൻ ചടങ്ങ്. വണ്ടി ഒന്ന് നേരെ കേട്ടിട്ടായിരുന്നു. ഇവിടെ ഉണ്ട്. ഞാനൊരു ഇതിലെ താഴോട്ട് ഇറങ്ങി പോയിരിക്കുന്നു. നീ എന്താ വിചാരിച്ചേ? ഞങ്ങള് സൂവിലെത്തി. 380 രൂപ സാറ്റർഡേ സൺഡേ പിന്നെ ഹോളിഡേ 350 രൂപ ബസ്സിൽ. അല്ലാത്തവർക്ക് 100 രൂപ ഉള്ളു. എന്നിട്ട് നമുക്ക് അല്ലാത്തതിന് 100 രൂപ. ഇവിടെ കുറേ അൽക്കുലത്ത് കടയൊക്കെ ഉണ്ട്. അല്ല നല്ല കടയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള ഈ മാരാമൺ കൺവെൻഷനൊക്കെ പോലുണ്ടല്ലേ. നോക്കിയാൽ കൊണ്ട് നോക്കി. ഇവിടെ പിന്നെ നല്ല ക്യൂ ആണ്. അല്ല ഏറ്റവും താഴെ ഇവിടെ വേറെ എന്തോ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ബട്ടർഫ്ലൈൻ്റെ. ഓ വലിയ പക്ഷെ കൊടൂര ക്യൂ ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ വണ്ടി. ഈ ആൾക്കാർ മൊത്തം ഇവിടെ കഴിക്കാൻ പോയതാണ്. അങ്ങനെ കുറേ നേരം ക്യൂ നിന്ന ശേഷം ടിക്കറ്റ് കിട്ടി. കുഞ്ഞു പിള്ളേർക്ക് 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല. ബാക്കിയുള്ളവർക്കെല്ലാം എടുക്കണം. ഒരു ടിക്കറ്റ് 100 രൂപയാണ്. ചക്കുപ്പി. അങ്ങനെ എൻട്രൻസ് എത്തി. അങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച ടിക്കറ്റ് പുള്ളി കീറിയിട്ട് തന്നിരിക്കുന്നു. ഇതിനൊക്കെ പൈസ കൊടുക്കണമായിരിക്കും അല്ലേ ഈ വണ്ടി? നമുക്ക് നടന്നു. 50 രൂപയായിരിക്കും. നടന്ന് ക്ഷീണിച്ച് ഊപ്പാട് വേണം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് സീബ്രയും ചക്കുപ്പി ഏതായിരിക്കാ? ചക്കുപ്പി കണ്ടോ നോക്കിയേ. ഇതാരടാ? ഇതോ? ഇതിനെന്തോ ഒരു അനക്കമില്ലാത്ത നീ അറ്റത്ത് നിൽക്കുന്നതിന്. ആൾക്കാരെല്ലാം കണ്ടിട്ട് വരണ്ട. നമുക്കിതിലെ നടന്ന് നമ്മളടുത്തത് ജിറാഫിനെ കാണാൻ പോവാണ്. എല്ലാവരും തുള്ളിച്ചാടി പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവശരാകും. ഇനി അവൻ്റെ തൊപ്പി ഊരി പോകുന്നു. ഒന്ന് പോടോ, താൻ എന്തോ ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് പോടാ ചക്കുപ്പി, അതിൽ പോലും വീഴും. ഇങ്ങോട്ട് പോയേ. ബാ വന്നേ. എന്നാ നീ അവിടെ ഞങ്ങൾ പോണം. വണ്ടി വരും. അവിടെ പോപ്കോൺ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ജിറാഫിനെ നല്ലൊരു പ്രത്യേകിച്ചാണ്. ജിറാഫ് അങ്ങ് ദൂരെ പോയി നിൽക്കുകയാണല്ലോ. ജിറാഫിനെ തിന്നാൻ വെച്ച പുതിയ തെങ്ങാൻ തോന്നല്ലോ. എന്താ കാണാനോ? ഇവിടെ ഇച്ചിരി വൃത്തിയാക്കിയല്ലേ. ജിറാഫിനെ കാല് പൊക്കി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇതിന്റെ മണ്ടയ്ക്ക് അത് മാന. അതുകൊണ്ട് ബസ് വന്നിട്ട് അങ്ങ് അറ്റത്തൂടെ. ഇനി പിന്നെ നമുക്ക് ബസ് എത്താം.
ഡിനോസിനെ കാണുന്ന ഇതിൽ മാപ്പിലുണ്ട്. ജിറാഫ്, ഓസ്ട്രിച്ച് ഉണ്ട് അടിയില്. ഓസ്ട്രിച്ച്, ജിറാഫ്, ജീബ്ര. ഇത് മൂന്നേ നമ്മൾ ഓസ്ട്രിച്ചിനെ നമ്മൾ കണ്ടില്ല. ഇതെവിടാ? ഫസ്റ്റിലായിരുന്നല്ലോ, നമ്മൾ കണ്ടില്ലല്ലോ. ഇത് പഴയ മാപ്പായിരിക്കുന്നു. അതൊക്കെ താഴെയാണ് ഇപ്പം. ഓസ്ട്രിച്ചിന്റെ മണ്ടയ്ക്ക് എന്താ കിടക്കുന്നത്? ജിറാഫ്. ദിനോസർ. ചക്കുവിന്റെ ഉടുപ്പിലുള്ള ആള്. ചക്കുബി ദിനോസർ. നമ്മള് ജുറാസിക് പാർക്കിലാണ്. ഇനി വാടാ. കൊള്ളാം, നല്ല രസമുണ്ട്. രണ്ടുപേരും ഇപ്പോഴേ വയ്യാണ്ട് നിൽക്കുവാന്ന് തോന്നുന്നു. നീ ഇപ്പോഴേ തോളത്ത് കയറിയോ? ഇറങ്ങിക്കേ. മതി. എല്ലാം തോന്നുന്നു. ഇത് വേറെ എന്താ ഇത് സിംഹവാലം ചക്കു ഇത് കാണത്തില്ലല്ലോടാ. ചക്കുവിന്റെ കൂട്ടൊരു കുഞ്ഞി കൊരങ്ങ് അതിന്റെ അകത്ത്. അപ്പുറത്ത് അമ്മൂസിരിപ്പുണ്ടല്ലോ. ആ മുത്തുണ്ട്. മുത്തുണ്ട്, ആ വലുത് മുത്ത്. അത് ചക്കു, അത് ചക്കു ഓടിക്കളിക്കുന്ന ചക്കു. അല്ലോ നീയാ? ഇതാണ് നീ. നോണ്ട് കുഞ്ഞിക്കറിഞ്ഞു. നോണ്ട് പോ, നോണ്ട് പോ. ആണോ വഴക്കുണ്ടായിരുന്നു. തടങ്ങിയിരിക്കും. കണ്ടോ കണ്ടോ പിടിച്ച് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? ചക്കുവിനെ ഇങ്ങനെ നമുക്ക് കൂട്ടിലിട്ടാലോ? കുരുത്തക്കേട് കാണിക്കുമ്പോ ഇല്ല പറയാം. ഒരു വലിയ കുരങ്ങും ഒരു കൊട്ടിക്കുരങ്ങും പുറകെ നടന്നു വരുന്നുണ്ട്. എന്റെ പുറകെ ഇല്ല. എന്താ? ഓ, അടുത്ത ടൈഗറിന്റെ അടുത്തോട്ട് പോവാണ്. ടൈഗറിന്റെ ഇവിടത്തെ തിരക്കണ്ടോ? എന്താ? ആ, അനുഷ്ക 10 വയസ്സായോ? 10 വയസ്സായി. 4-ാം തീയതി 10 വയസ്സായി ടൈഗറിന്. അവന്റെ ബർത്ത്ഡേ എന്നൊക്കെ പോസ്റ്ററേ. ഇവിടെ നമ്മുടെ ബർത്ത്ഡേക്ക് പോലും ഒരു പോസ്റ്റർ ഇല്ല. എന്തിനാ ടൈഗർ തോണ്ട് കിടക്കുന്ന? എടാ അതിന് കൊടുത്തേക്കുന്ന കണ്ടോടാ, ഫുഡ് വെച്ച് കൊടുത്തേക്കുന്നുണ്ട്. എന്തോടാ അത്? ഇറച്ചിയോ? ചക്കു ടൈഗറിനെ കണ്ടോ? ചക്കു തോണ്ട ആ കൂട്ടിൽ കിടക്കുന്നുണ്ടോ? ആ ഷീറ്റിന്റെ അടിയില്. അതെന്തുവാടാ? ഒരാളെ ഉള്ളോ മുത്തു? അതാരാ ചക്കു? കാണുന്നില്ലല്ലോ. അനുഷ്ക കിടക്കും. അനുഷ്ക ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ. ബർത്ത്ഡേ കഴിഞ്ഞ അനുഷ്ക കിടക്കുന്നു. ചക്കു കരടി എന്തിനാ? എവിടെ മുത്തു? ഒരു ബിയർ കിടന്നിറങ്ങുന്നു. ഒരെണ്ണേ ഉള്ളൂ അവിടെ. എടാ അത് സംഭവം ഈ കരടി. എടാ അത് ഇങ്ങോട്ട് ചാടി വരത്തില്ലേടാ? അത് ഇതിന്റെ മണ്ടയിൽ കൂടെ ചാടി വരത്തില്ലേ? തോണ്ട് കിടക്കുന്ന വേറൊരെണ്ണോ ആ കൂട്ടിന്റെ അകത്ത്. അതെന്താ? ഒരെണ്ണം ബ്ലാക്ക്, ഒരെണ്ണം വേറെ കളറും. ചക്കു കണ്ടോ? ചക്കു ഇൻഷുറൻസ് ഉള്ള സംഭവം. അതിനെ സർക്കാർ ലോൺ എടുത്ത് മേടിച്ചത്. അതിന്റെ കഴുത്തെ കണ്ടോ? എന്റെ കഴുത്തെ കണ്ടോ? അതുകൊണ്ട് താഴെ പോയി പാത്തിരിക്കുന്നു രണ്ടുപേരും. കണ്ട യമുനെ കണ്ടോ?
ഇവിടെ ഇനിയും വൈറ്റ് ലോഗ്, ഹൈന, ഗോൾഡൻ ജാക്കൽ, ഇന്ത്യൻ ഗ്രേ ബോൾ. ചക്കുപ്പി സുബ്രഹ്മണി ഉണ്ട്. സുബ്രഹ്മണി ഈ കുറുക്കനെ ഇവിടുത്തെ പട്ടിയെ കണ്ടതാണ് ഒരുപാട് ചോദിച്ചു. നീ ശരിക്കുള്ള നമ്മുടെ നാട്ടിൽ കുറുക്കനെ കണ്ടിട്ടുണ്ടാവില്ലേ? പിന്നെ അങ്ങനെ നിനക്കറിയാം. കുറുക്കൻ കിടപ്പുണ്ട്. കുറെ എണ്ണം മേളിലാണ് കിടക്കുന്നുണ്ടോ? ഇവിടെ കണ്ടോ? കുറുക്കനെയൊക്കെ കണ്ട് 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 ഇവിടെ ഒരു നല്ലൊരു പച്ചപ്പില്ലല്ലേ, മൊത്തം കരിഞ്ഞു പോയിട്ടില്ല. ആപ്പഴ പൂന്ന് പറയാൻ ഇതിന്റെ പേരെന്തായിരുന്നു? ആ ബൊഗൈൻവില്ല മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹൈന. എന്റെ പേരെന്താ? സുബ്രഹ്മണ്യനെ ആരാ കുത്തിക്കണേ? ചേട്ടനാണിക്കണ്ടോ നാട് വരുന്നു. ഇതിലെങ്ങനെ ചാടി ഇങ്ങോട്ട് ഒരു രൂപണ്ടാക്കും. പറയുന്ന ബംഗാളി ചേട്ടന്മാര് പറഞ്ഞത് ഇവർക്ക് അവിടെ കൂട് കൊണ്ട് കഴിക്കാനും കിട്ടും, പിന്നെ വെളിയിലോട്ട് ചാടി വന്നിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഫുഡില്ലാത്തപ്പോഴല്ലേ അവള് ചാടി പോന്നെ. ഇവർക്ക് ഇഷ്ടം പോലെ ഫുഡായിരിക്കുമല്ലോ ഇവിടെ കിട്ടുന്നത്. ഇത്രയും അടുത്ത് ഈ സാധനത്തിനെ കാണുന്ന ആദ്യം പിന്നെ ഫീസിലടിച്ച് വിളിച്ച എൻ്റെ അമ്മാവിൻ്റെ മോനല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ചായക്കലിന്റെ പേര് മാത്രമേ ഉള്ളൂ. കുറുക്കനല്ലേ? അതെ. കുറുക്കൻ കടിക്കോടാ? ഇല്ല, ഉമ്മ കഴിക്കുന്നത്. വാങ്ങിച്ചിട്ട് എന്നാ ചെല്ല്. നിനക്കല്ലേ സംശയം? എനിക്ക് യാതൊരു സംശയം. ഇതാണ് ഇവിടുത്തെ ബോട്ടിംഗ് സ്പേസ്. രണ്ട് പേർക്കുന്ന ബോട്ടിന് എത്ര? 200 രൂപയാണ്. പിന്നെ ഈ വലിയ ബോട്ടിൽ ഒത്തിരി പേര് കയറി പോകുന്നതിന് 50 രൂപ തോന്നുന്നു ഒരാൾക്ക്. എത്ര പേരാന്ന് നോക്കിയ ഒരു ബോട്ടിനകത്ത്. അത് മുങ്ങിയാലൊന്നും കുഴപ്പമില്ലായിരിക്കും, മുട്ടറ്റം വെള്ളം കാണത്തുള്ളായിരിക്കും. പച്ച വെള്ളം വെള്ളത്തിന്റെ കളറ് പച്ച, അതിനകത്ത് ഫുള്ള് അഴുക്കുവാന്ന് തോന്നുന്നു. ഇതൊരു ക്യൂ ആടി ഇവിടെ ആളോ. പെട്ടെന്ന് പോ, ഇല്ല ഇച്ചിരി കഴിയുമ്പോൾ ചാർജ് തീർന്ന് വിശക്കും. ചക്കു അങ്ങോട്ട് പെട്ടെന്ന് നടക്കാം. ഇങ്ങോട്ട് ഇതാന്ന് തോന്നട്ടെ യെല്ലോ കളറിലെ സാധനം. ഇതിന്റെ പേരെന്താ? ഗ്രേ ജംഗിൾ ഫോൾ. ഇപ്പുറത്ത് നടാ. ഇത് രണ്ടു കൂടുതലും സെയിം സാധനമല്ലേ കിടക്കുന്നത്? ചില കളർ ഈ കമ്പിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നവരാളെ കണ്ടോ? വെറൈറ്റി കളറാണ് മൊത്തം. മേലോട്ട് നോക്കും, കുറെ കുഞ്ഞു കുഞ്ഞു നാട്ടിലൊക്കെയുള്ള വീട്ടിൽ ചെന്ന പോലെ അല്ലേ? സിംഹാലംബാരം ഒരെണ്ണേ ഉള്ളൂ, മേലെ ഇരിപ്പുണ്ടല്ലോ. താഴെ എങ്ങില്ല. അങ്ങോട്ട് നോക്കാം. ഇതൊരു സൈസ് അടി.
എന്നെ വലിപ്പം നോക്കി ചക്ക തേണ്ട വൈറ്റ് കളറിലെ പീക്കോ നിലത്ത് പറഞ്ഞ കിടപ്പുണ്ടേ വെള്ള കണ്ടോ ചക്കു കണ്ടോ നീ അരട്ടയില് താഴെ ഒരെണ്ണം താഴെ പിന്നെ ആ മേളില് വൈറ്റ് അല്ലാത്തത് ചക്കു ചെലന്തി ഇതാണ് സൺബേർഡ് എന്ന് പറഞ്ഞിട്ട് ചക്കു കണ്ടില്ലേ ചക്കുന്റെ ബുക്കിൽ സൺബേർഡ് എന്ന് പറഞ്ഞ കണ്ടില്ലേ ആ സാധനം റെഡ് ലോറി കാണാനില്ലല്ലോ സൺബേർഡ് മാത്രം സൺബേർഡ് അല്ല പക്ഷേ ചക്കുന്റെ ബുക്കിൽ സൺബേർഡ് ഈ പ്രാവിനെ കണ്ടടി ഇത് ഈ സംഭവം നമ്മൾ അപ്പുറത്ത് കണ്ടേ ഇതെന്താ കോഴിയോ അത് പൂവൻകോഴി പൂവൻകോഴിയുണ്ട് കിടക്കോഴിയുണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കണ്ട കുഞ്ഞിനെ കണ്ട് കോഴി കുഞ്ഞിനെ കണ്ട ചക്ക് കൂടിനെ മണ്ടയ്ക്ക് കൊണ്ടുവരണം കണ്ടോ ചക്കു മലമ്പാമ്പ് എന്ത് പേരില്ലല്ലോ ഇവിടെ പെരുമ്പാമ്പ് ഓ എന്നാ വലിപ്പമാടാ അതിന്റെ വയറിന്റെ വലിപ്പം കണ്ടോ അതോടെ അവിടെ നോക്ക് വലിയത് കുറെ എണ്ണ ഇരിക്കുന്നുണ്ട് അവിടെ നോക്ക് ഫുള്ള് ആമകളാണല്ലോ നാട്ടൊക്കെ മുള്ളം പന്നി മാറിയിട്ട് താഴെ ഒരു മൊയിലിനെ കൊണ്ടിരിക്കുന്നുണ്ടോ കൂട്ടിലുണ്ട് ഇതിനെ റാബിറ്റിനെ എന്തിനാണ് ഇതിന്റെ അകത്തിട്ടേക്കുന്നത് കൂട്ടിനകത്തിട്ട് നോക്കി മണ്ടയ്ക്കൊക്കെ ഇതെല്ലാം ഭയങ്കര തിരക്കാണല്ലോ ഇതെന്ത് ഇവിടെ മൂർക്കമ്പാമ്പ് ഇവിടെ രാജമ്പാലേ മൂർക്കമ്പാമ്പ് ഇതിന്റെ ഇടയിൽ കൂടെ വരത്തില്ലേ വെളിയിലോട്ട് ഇവിടെ കിടക്കുന്നു പോകുന്നു ആ രണ്ടെണ്ണം അവിടെ കണ്ട എന്ത് രണ്ടെണ്ണം അവിടെ ഒരെണ്ണം നേണ്ടി നമ്മളെ മൂട്ടിക്കിടക്കണം ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ലേടാ ഇത് ഇതിന്റെ അടി സ്ഥലമുണ്ടോ നെറ്റിന്റെ അടിയിൽ കൂടെ വരാൻ കൊള്ളാല്ലേ അതിന്റെ അങ്ങോട്ട് നോക്ക് വേറെ വൈറ്റ് കളറില് ഇതിനെ കെട്ടിയിട്ടേക്കുന്നുണ്ട് ലിയോപ്പാടൊക്കെ ദൂരെ നിനക്ക് എത്തത്തില്ല രണ്ടെണ്ണം ഉണ്ടടാ ഒന്ന് അതിന്റെ വീടിനകത്തൂടെ തല വെളിയിലോട്ട് ഇട്ടേക്കുന്നുണ്ടോ ചക്കു തോണ്ട പാറയുടെ മണ്ടലോട്ട് നോക്ക് രാജാവൊക്കെ ഇരിക്കുന്നല്ലേ പാറയുടെ മണ്ടയ്ക്കുണ്ടോ മക്കാവ് കൊറേ മക്കാവുണ്ട് ഇതെന്തോടാ ആഫ്രിക്കൻ ഗ്രേ പാരോട്ട് ആഫ്രിക്കൻ ഗ്രേ പാരോട്ട് വെള്ളക്കാത്ത നമുക്ക് കുഞ്ഞുമാനെ കണ്ടതന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ നമ്മള് ഹിപ്പോയെ കാണണ്ടോ രണ്ടുപേര് ചക്ക മങ്കീസും ഉണ്ട് ഇതുകൊണ്ടാണ് മൂക്കേന് കൊമ്പുള്ളതാരാ ഡൈനോസർ പഠിച്ചു പോയി ചക്കപ്പിങ്ങോട്ട് കണ്ടോ അതുകൊണ്ട് അതിന് മണ്ടയ്ക്ക് മങ്കിയൊക്കെ ഉണ്ടോ മങ്കികളൊക്കെ ഉണ്ട് കണ്ടോ കുഞ്ഞു ബേബി വരുന്നു പുറകെ കണ്ടോ ചക്കു കണ്ടോ ചക്കു ആണ്ട് പോന്നടാ ചെറുതല്ല
ചക്കു മണ്ണ് ഇതാക്കുന്നുണ്ട് ചക്കു. അതെന്ത് കാണിക്കാൻ മുത്തു തുമ്പിക്കായിട്ട് മണ്ണ് തിന്നുന്നോടാ ഇത്? ആ ചേട്ടാ ചക്കുപ്പി ബബൂണെ കണ്ടോ? നിങ്ങൾ മുന്നിൽ അങ്ങോട്ട് പോടി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.